മാതാവിന് നന്ദി. ഞാൻ പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ഹേമലത. ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ്. എനിക്ക് 5 മക്കളാണുള്ളത്, 5 പെൺമക്കൾ. ഞാനിവിടെ ഇടയായ കാര്യം, ഇപ്പം ഞാൻ ദൈവത്തിൽ എനിക്ക് ബൈബിൾ എന്താണെന്നോ വചനം എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ല. പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യേശു എന്നൊരു നാമത്തിൽ ആരോ പറഞ്ഞ് കേട്ടൊരു മനസ്സിൽ തറഞ്ഞൊരു വിശ്വാസം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ബൈബിള് നോക്കിയാലും അതിലെ വചനം വായിച്ചാലും അതിൻ്റെ അർത്ഥങ്ങളോ അല്ലെങ്കിൽ എന്താണത് എന്നൊന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വരാനുണ്ടായ ഒരു കാരണം, എൻ്റെ 4ാമത്തെ മകൾ നിമിഷ എന്നാണ് പേര്. അവൾക്ക് മെഡിക്കൽ സയൻസിന് ഡോക്ടറാകണം എന്നായിരുന്നു ചെറുപ്പം മുതലുള്ളൊരാഗ്രഹം. അപ്പോൾ +2 കഴിഞ്ഞു. അവൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് കോച്ചിങ് സെൻറ്ററിൽ അഡ്മിഷൻ എടുക്കാനായിട്ട്, അതായത് സാമ്പത്തികമായിട്ട് വളരെ ലോ ഫാമിലിയാണ് ഞങ്ങൾ. ചെറിയൊരു ഫാൻസി കട, അതിൽ ഈ ഗ്യാരണ്ടി ആഭരണങ്ങൾ വീടുകളിൽ ഓർഡർ പിടിച്ച് കൊണ്ട് കൊടുക്കുക. വാടക വീടാണ്, സ്വന്തമായിട്ടൊരു ഇത്തിരി സ്ഥലമോ സ്വന്തമായിട്ടൊരു വീടോ ഇല്ലാതെ 5 മക്കളെയും ഞാൻ മൂത്ത മോളെ ഫാർമസിസ്റ്റാക്കി, 2ാമത്തെ മോളെ MBA കഴിഞ്ഞു, 3ാമത്തെ മോൾ BTech കഴിഞ്ഞു, 4ാമത്തെ മോളാണ് നിമിഷ. അവൾക്ക് MBBS എടുക്കണമെന്ന ആഗ്രഹം. സാമ്പത്തികമായി കഴിവില്ല, മക്കളെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം. അപ്പോൾ കുറച്ച് ചെറിയ ലോൺ എടുത്തും ഓരോരുത്തരുടെ അടുത്തുനിന്നും പലിശയ്ക്ക് കടം വാങ്ങിയും പൈസ പിരിച്ചും അങ്ങനെ ഞാൻ അവളെ ഒരു കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടാക്കി. നല്ല ഉഷാറോട് പഠിക്കുകയായിരുന്നു. ആദ്യമൊക്കെ നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ കുറച്ച് 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്കും അവളുടെ മട്ട് മാറി. അവൾ സാധാരണ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് വളർന്നൊരു കുട്ടിയാണ്. അവരേച്ച് നല്ല മാർക്കുണ്ട്. പക്ഷേ എങ്കിലും ബേസിക്കായിട്ട് എനിക്ക് നല്ലൊരു ഇംഗ്ലീഷ് സ്റ്റഡിയൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവൾ പഠിച്ച സ്കൂളിലൊക്കെ ഫസ്റ്റായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ടാണ് അവളുടെ ആഗ്രഹം. ദൈവം സാധിപ്പിക്കുമെങ്കിൽ, അവൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അതൊരു പൈസയുടെ കാര്യത്തിൽ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ പേരിൽ അത് ഇല്ലാതാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളതിനെ തുനിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ പൈസ കടം വാങ്ങിയ പിരിവെടുത്തും ഞാൻ അവളെ മെഡിക്കൽ കോച്ചിങ് പഠിക്കാനായിട്ട് സെൻറ്ററിൽ കൊണ്ടാക്കി. 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്ക് അവളുടെ മട്ട് മാറി. തിരിച്ചു വരണം, എനിക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നില്ല അമ്മ, ഞാൻ പഠിക്കാം, പക്ഷേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഹോസ്റ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തീരെ യാതൊരു നിവൃത്തിയില്ല. എൻ്റെ ഒപ്പം പഠിക്കുന്നവർ മുഴുവൻ നല്ല ടോപ്പായി പഠിക്കുന്നവരും അവർക്ക് നല്ല ബേസിക്കുള്ളവരും BDSന് കിട്ടിയവരും ആയുർവേദത്തിന് കിട്ടിയവരൊക്കെയാണ് ഒപ്പമുള്ളത്. അവർക്കൊപ്പം എനിക്ക് പാഞ്ഞെത്താൻ പറ്റുന്നില്ല, പഠിച്ച് മുന്നോട്ട് പോകണില്ല എന്നുള്ള ഒരേ സങ്കടമായി. ആ ആൾ ടയേർഡായി, കരച്ചിലായി. ദൈവമേ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ ഈ കടം വാങ്ങിയ കാശ് ഒരടവ് പോലും തിരിച്ചു കൊടുക്കാത്ത മുമ്പ് തിരിച്ച് മോൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അവളൊന്നും പറഞ്ഞില്ല, എൻ്റെ മോൾ പഠിക്കാൻ വയ്യെങ്കിലേ നീ വന്ന വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായി ഇരിക്കുന്ന സമയത്താണ് അവളുടെ കൂട്ടുകാരി എന്നെ, സൂര്യ എന്നാണ് ആ കുട്ടിയുടെ പേര് പറയുക, അവളുടെ അമ്മ എറണാകുളത്താണ് അവരുടെ വീട്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ആ കുട്ടി ഏകദേശം ഇതേ ഒരു മട്ടിലായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഹേമലത, എന്നെ പോലെ ഈ ആലപ്പുഴ കലവൂർ എന്നൊരു സ്ഥലത്ത് കൃപാസനം എന്നുള്ളൊരു ആരാധന കേന്ദ്രമുണ്ട്. പിന്നെ ആരോ പറയാനായിട്ടാണ്, എൻ്റെ അമ്മയ്ക്കൊരു പത്രം കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം, അവിടെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടെന്ന് എല്ലാവരും പറയാനായിട്ടുണ്ട്, നമുക്കൊന്ന് ആശ്രയിക്കാൻ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് എവിടുന്നോ ഒരു ഉൾവിളി കിട്ടിയതുപോലെ, അതാണ് ശരി, അവിടെ എത്തണം എന്നുള്ളതായി. ഞാൻ പിന്നെ ഏട്ടനോട് പറഞ്ഞേട്ടാ, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ആ കലവൂർ എവിടെയാണ് ആ സ്ഥലം ഉള്ളത്, എവിടെയാണ് ആ ആരാധന കേന്ദ്രം ഉള്ളത്, എനിക്ക് അവിടെ എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് ഇവിടെ എത്തി അന്ന് തന്നെ ഞാൻ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ മാറോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അമ്മ മാതാവിൻ്റെ മാറോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ശരിക്കും അമ്മയെ കണ്ടു എന്ന് മാത്രമല്ല, എൻ്റെ സങ്കടം അവിടെ തീർന്നു, എൻ്റെ കഷ്ടങ്ങളെല്ലാം അവിടെ തീർന്നതുപോലൊരു ഫീലായിരുന്നു എനിക്ക്. ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ 5 മക്കളുടെ കാര്യങ്ങളും വീടില്ലായ്മയും കടബാധ്യതകളും എല്ലാം 6 കോളത്തിൽ എഴുതി മാതാവിനോട് തിരുസഭയിൽ വന്ന് ആവശ്യപ്പെടലും കഴിഞ്ഞത്
ഞാനിവിടെ പറയുന്നത്, നമ്മൾ ഈ 6 കോളങ്ങളിൽ ആവശ്യപ്പെടുമ്പോൾ ഈ ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അമ്മ നമുക്ക് സാധിച്ചു തരുന്നത്. ആവശ്യപ്പെടാത്ത, നമ്മൾ പറയാൻ മറന്നുപോയ പല കാര്യങ്ങളും, അമ്മ അറിയുന്ന കാര്യങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ വിട്ടുപോയത് എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എൻ്റെ 2 കാലിൽ ഈ വട്ടത്തിൽ ഒരു ചൊറിച്ചിലും പഴുപ്പും ഉണ്ടായിരുന്നു. 3-3.5 വർഷമായി ഞാൻ അതിന് സ്റ്റിറോയിഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആഴ്ചയിൽ 1 ആഴ്ച 2 ആഴ്ച ഇടവിട്ട് എനിക്ക് സ്റ്റിറോയിഡ് ഗുളികകൾ കഴിക്കണം. അപ്പോൾ പലരും പറയും ഈ സ്റ്റിറോയിഡ് ഇങ്ങനെ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും. കിഡ്നി അടിച്ചു പോകുമ്പോൾ പോട്ടെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അസുഖം നിലനിന്ന് മക്കൾ ജീവിപ്പിക്കണ്ടേ, മക്കളെ പുലർത്തണ്ടേ. അപ്പോൾ അങ്ങനെ ഒരാഴ്ച ഗുളിക നിർത്തിയാൽ വീണ്ടും ആ ചൊറിച്ചിൽ വരും. ഈ 2 വശവും പിടിച്ചമർത്തിയാൽ ഇങ്ങനെ പഴുപ്പ് വരും. അത്രയും വലിയൊരു അസുഖം കാലിൽ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങളും ആവശ്യങ്ങളും മക്കളുടെ ആവശ്യങ്ങളും കുടുംബത്തിലെ ആവശ്യങ്ങളും ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യം ഞാൻ പറയാനോ, എൻ്റെ കാര്യം ആവശ്യപ്പെടാനോ, എൻ്റെ കാര്യം ഞാൻ എഴുതാനോ മറന്നുപോയി എന്നാണ് സത്യം. ഞാൻ ഇവിടുന്ന് പോയി ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ, അല്ല ഒരാഴ്ചൻ്റെ ഉള്ളിൽ, ഒരു 11 മണിയാണ് സമയത്ത് എൻ്റെ കാലിന് ചൊറിച്ചിൽ തുടങ്ങി. കാലിന് ചൊറിച്ചിൽ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുഴുക്കൽ ഇങ്ങനെ അരിക്കണ മാതിരി, നമുക്ക് കാണുന്നില്ല എന്നേ ഉള്ളൂ. വായി വിട്ട് കരഞ്ഞു പോകുക, തലയ്ക്ക് പിടിക്കുക അങ്ങനെ ചൊറിച്ചിൽ. ഓ ദൈവമേ, എന്താ ചെയ്യുക മാതാവേ. എനിക്കന്ന് നേരെ ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ ബുക്ക് തന്ന ആ പ്രാർത്ഥനയും അത് മാത്രമേ എനിക്കറിയുള്ളൂ. ബൈബിൾ ഇങ്ങനെ 2 വചനങ്ങൾ വായിക്കും, അതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയില്ല, വായിക്കും. പക്ഷെ ആ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. ഇവിടുന്ന് എന്താണോ ഉടമ്പടിയിൽ പറഞ്ഞത് അതുപോലെ ഞാൻ ചെയ്യും. പക്ഷെ അമ്മ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിൽ അന്ന് മരുന്നായിട്ടുണ്ടായിരുന്നത് വെഞ്ചരിച്ച തൈലും ഉപ്പും മാത്രമായിരുന്നു. അത് 2 കയ്യിലും എടുത്തിട്ട് അങ്ങോട്ട് തേച്ച് 2 കാലിലും തേച്ച് അങ്ങ് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ വല്ലാത്തൊരു മയക്കം വന്നു. ആ ചൊറിച്ചിലൊക്കെ സമാധാനം കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഉറങ്ങിപ്പോയി നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഈ പുണ്ണിൻ്റെ ഈ ഉണ്ടായിരുന്ന കാലിൽ എൻ്റെ അനുഭവത്തിൽ വെറും പാട് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വെറുതെ ഒരു കളറ്, വെറുതെ എനിക്കിങ്ങനെ പറഞ്ഞാൽ പോലെ 1000 സഭയിൽ എനിക്ക് ഈ കാര്യം പറയണം. വെറും ഒരു ലൈറ്റ് മെറൂൺ കളർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്ഭുതപ്പെട്ടു പോയി ഞാൻ. അത് എൻ്റെ കാലിലതാ മാറിയിരിക്കണം കേട്ടോ. ഒരു മരുന്നും തേക്കാതെ എനിക്ക് വേറെ സോപ്പ് ഓയിൽമെൻറ്റ് ആഴ്ചയിൽ സോപ്പിനും ഓയിൽമെൻറ്റിന് തന്നെ 250 രൂപ വേണം. ഒരാഴ്ചക്ക് തികയില്ല. പൈസ ഇല്ലാതെ തന്നെ വാങ്ങാണ്ടിരിക്കും. ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാണ്ട് നമ്മളാണ് പിന്നെയും വാങ്ങുക. അപ്പം മാറി പിറ്റേ ദിവസം അന്ന് രാത്രി ഇതുപോലെ കിടക്കുമ്പോൾ ഒരു വട്ടം കൂടി തേച്ചാൽ ഇന്ന് എൻ്റെ കാല് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാല് ഒരടയാളം പോലും ഇല്ല. ഈ മെറൂൺ കളർ അടയാളം പോലും ഇല്ല. അങ്ങനെ ഞാൻ 6 ആവശ്യങ്ങളിൽ ആവശ്യപ്പെടാത്തൊരു വിഷയമാണ് ഇത്. ഞാൻ ഡിസംബർ 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. 3 മാസം തികയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തെ വിശ്വസിച്ചാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ 6 കാര്യങ്ങളിൽ ഒന്നെങ്കിലും സാധിക്കുന്നു. ആ ഒന്നെങ്കിലും സാധിച്ച ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ എൻ്റെ 5 മക്കളിൽ എനിക്ക് വലിയൊരു ദുഃഖം. എൻ്റെ മൂത്ത മകൾക്ക് കല്യാണം കഴിഞ്ഞ് 6 വർഷമായി. അവളൊരു ലവ് മാരേജ് ആയിരുന്നു, ഫാമിലിയിൽ തന്നെ. പക്ഷേ ലവ് മാരേജ് ആയിരുന്നു. അവളെ പഠിപ്പിച്ച ഫാർമസിസ്റ്റാക്കി അവൾ ലവ് മാരേജ് ചെയ്തിട്ടാണ് പോയത്. എങ്കിലും അവൾക്ക് ആഗ്രഹിച്ചതുപോലെയോ അവൾ ഇഷ്ടപ്പെട്ടതുപോലെ ഒരു ലൈഫായിരുന്നില്ല കിട്ടിയത്. അവൻ ഫുൾ മദ്യപാനിയായിരുന്നു. ഭയങ്കര അടിയും തല്ലും പ്രശ്നങ്ങൾ. ഈ 6 വർഷം കണ്ണീര്. ലാസ്റ്റ് ഒരു കുഞ്ഞുണ്ട്, 5 വയസ്സായ ഒരു മോളും ഉണ്ട്. മോൾക്ക് അസുഖം വന്നാലോ അവൾക്ക് അസുഖം വന്നാലോ ഒന്ന് ഡോക്ടറെ കൊണ്ടുപോകാൻ ഒരു ചിലവിന് കൊടുക്കും. 100 രൂപ കൊടുത്താൽ വൈകുന്നേരം വന്നിട്ട് കടയിൽ പോയി അതിൻ്റെ ബാക്കി എവിടെ, അതെന്ത് ചെയ്തു എന്ന് ചോദിക്കും. കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്താൽ, ഒരു പീടിയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ 100 രൂപ പറഞ്ഞാൽ അതിൻ്റെ കണക്ക് ചോദിക്കുമെന്ന്. അങ്ങനെയായിരുന്നു അവൻ്റെ സ്വഭാവം. ആ കണക്ക് ചോദിക്കുന്ന ജീവിതത്തിൽ എത്ര സുഖമുണ്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ കിട്ടും. അവസാനം മടുത്തു. തല്ലും അടിയും, പല്ലൊക്കെ കൊഴിഞ്ഞു പോയി, ഇവിടെയൊക്കെ അങ്ങനെ വീങ്ങി ഒരുപാട് പ്രശ്നങ്ങളായി ജീവിതം മടുത്തു. ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച് അവൾ വീട്ടിൽ വന്ന് ഇരുന്ന് പിന്നെ ഒരു പരീക്ഷണം പോലെ അങ്ങോട്ട് വരിക അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഒരു ട്രിപ്പും കൂടെ കൊണ്ടാക്കി. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളുടെ കാര്യത്തിനാണ് ഞാനിവിടെ വന്നതെന്ന്. ആ കാര്യത്തിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ 6 ആവശ്യങ്ങൾ എഴുതിയത് ഒരാവശ്യം എൻ്റെ ഈ മൂത്ത മകളുടെ ഈ പ്രശ്നമായിരുന്നു. ദൈവമേ, അവൾ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാം. കുട്ടിയെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അവളുടെ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നിട്ടും നേരം വെളുക്കുന്നവരെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയിരുന്നിട്ടും. കാരണം വീട്ടിൽ വന്ന് ഇരുന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അമ്മയ്ക്കും അച്ഛനും പുലർത്താൻ പാടാണ്.
പിന്നെ ചെറിയ കുട്ടിയാണ്, ഭർത്താവാണെങ്കിൽ ഇങ്ങനെ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്നെ പോലും അറിയിക്കാതെ ഞാൻ പലപ്പോഴുമാണ് അറിയുന്നത്. അങ്ങനെ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ അവളെ ഇനി പോണ്ട, നമുക്കുള്ളത് ഓടിച്ചിട്ട് പിച്ചെടുത്തിട്ടാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുക, ഇനി ഇങ്ങനെ തല്ലും അടിയും കൊള്ള, ഇനി വയ്യമ്മ, ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, അമ്മ പേടിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അമ്മയെ സപ്പോർട്ട് ചെയ്ത് ജീവിച്ചോളാം എന്നായി അവളെ. അങ്ങനെ ഞങ്ങൾ വേണ്ടാന്ന് വെക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവളെ ഒരു ട്രിപ്പും കൂടെ കൊണ്ടാക്കി. ഈ ഉടമ്പടി എടുത്ത് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് അവൻ്റെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. സത്യമായിട്ട് അവൻ്റെ മാറ്റങ്ങളെന്ന് വെച്ചാൽ, ദൈവമക്കളെ നിങ്ങൾ വിശ്വസിക്കണം, ഒരു സംശയം വേണ്ട, അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. മാറ്റങ്ങളെന്ന് വെച്ചാൽ അവൻ കള്ളുകൂടി, ഡെയിലി കള്ളുകൂടി പറ്റങ്ങ് നിർത്തിയപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ ഇല്ലേ, ഭാര്യയ്ക്ക് ഐസ്ക്രീം വാങ്ങിയിട്ട് വരിക, തിന്നാൻ വാങ്ങിയിട്ട് വരിക, എന്താ വേണ്ടത് ചോദിക്കുക, ചുരിദാറിൻ്റെ കളറ് പറയുമ്പോൾ ആ കളറ് വാങ്ങിയിട്ട് വരിക. ഇപ്പം എന്താ പറയണമെന്നറിയോ, എൻ്റെ മോളും കൊച്ചും ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം മദ്യപിച്ചു. അത് സാത്താൻ്റെ ഇടപെടൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പ്രാവശ്യം മദ്യപിച്ചു. ഞാൻ എഴുതിയത് മദ്യപാനം നിൽക്കണമെന്നോ അല്ലെങ്കിൽ അവൾക്ക് കുറേ പൈസ കിട്ടണമെന്നോ സ്വന്തമായി എന്തെങ്കിലും വേണമെന്നോ അല്ല, അവൾക്ക് സമാധാനം കിട്ടണം. എനിക്ക് എൻ്റെ മോളെ പറ്റിയിട്ടുള്ള ആ വിഷമം തീർത്തു തരണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇന്ന് എൻ്റെ മകൾ ഇവിടെ വന്നിട്ടുണ്ട്, പേരക്കുട്ടിയും വന്നിട്ടുണ്ട്. അവർ തമ്മിലിന്ന് ഭയങ്കര പ്രണയത്തിലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഇവിടെ വന്ന് അവൾക്ക് സാക്ഷ്യം പറയണം, ഞാൻ പറയാം. അങ്ങനെ അമ്മ ആ ഒരു കാര്യം സാധിച്ച് എന്നെ സന്തോഷിപ്പിച്ചു. ഇന്ന് അവൾ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷത്തിൽ അവളിവിടെ ഉടമ്പടി എടുക്കാൻ അവിടെ കോയമ്പത്തൂരാണ് ജീവിക്കുന്നത്. അവിടെ അവൾ ദൈവവേല ചെയ്ത് അവളുടെ നാത്തോനും ഓരോരുത്തർ നമ്മുടെ കൃപാസനത്തിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഈ മെയ് 5-നാണ് മെഡിക്കൽ എൻട്രൻസ് എക്സാം വരുന്നത്. എക്സാമിന് ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ 4ാമത്തെ മകൾ നിമിഷയ്ക്ക് വേണ്ടി എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് പൈസ തൊട്ട് പഠിപ്പിക്കാൻ വഴിയില്ല, അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു വീടില്ല, പക്ഷേ എനിക്ക് ഭയമില്ല, എനിക്ക് എൻ്റെ അമ്മ കൂടെയുണ്ട്. അതുപോലെ എല്ലാവരും വിശ്വസിക്കുള്ളൂ. എന്നെ ഇത്രയും കടാക്ഷിച്ച, എന്നെ ഇത്രയും അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുകുമാനവും 1000 കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പേര് ഡോക്ടർ വർഗീസ് പി. പീറ്റർ. നിങ്ങൾ കരുതുന്ന പോലെ ഒരു മെഡിക്കൽ ഡോക്ടറല്ല, വിദ്യാഭ്യാസത്തിൽ PhD ബിരുദം നേടിയ ഒരു അധ്യാപകനാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. എൻ്റെ സ്വദേശം തിരുവല്ലയിലെ ഇരുവിപേരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാനും തിരുവല്ല മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല അതിരൂപതയിലെ ഇരുവിപേരൂർ ഇടവക അംഗമാണ്. 2019 ഡിസംബർ 28-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഈ ഉടമ്പടിയിലേക്ക് എന്നെ നയിച്ച അല്പസംഭവങ്ങൾ വിവരിച്ചാൽ മാത്രമേ അതിൻ്റെ തീവ്രത എനിക്ക് പോലും അറിയാൻ കഴിയുകയുള്ളൂ. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ അധ്യാപക വൃത്തിയിൽ കടക്കുമ്പോൾ ഇവിടെ അടുത്ത് ചേർത്തലയിലെ തിരുവിഴ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ജോലി പ്രവേശിച്ചത്. അതിനുശേഷം നിരീശ്വരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംഘടനകളെ ഏറ്റവും സജീവ പ്രവർത്തകനായിരുന്നു. ഇവിടെ കലവൂര് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിലെ പഴയ ഒരു പ്രസിദ്ധമായ നാടകമാണ് ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ്. ഇത് കാണുന്നതിന് വേണ്ടി ഞങ്ങൾ സംഘടിതമായി വന്ന് ഇവിടെ കണ്ട് മടങ്ങിപ്പോവുക, പിന്നീട് ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമായി നിലനിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്ഥിതി. ഇത് ഏകദേശം 1985-ലാണ്. ആ സമയത്ത് 87 ആയപ്പോൾ എനിക്ക് വിവാഹാലോചന വന്നു. എൻ്റെ വിവാഹ പങ്കാളിയായി വന്ന ആൾ എൻ്റെ വിപരീത സ്വഭാവക്കാരിയായിരുന്നു. പൂർണ്ണമായ ദൈവഭക്തിയുള്ള ഒരു വനിതയായിരുന്നു. അവൾ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും, പക്ഷേ എൻ്റെ ഉള്ളിലൊരു കഴമ്പുമില്ല. വളരെ ആഴത്തുള്ള പ്രാർത്ഥനക്കാരിയാണ് അവൾ. മിക്കവാറും എല്ലാ യാമങ്ങളിലും പ്രാർത്ഥിക്കുമായിരുന്നു. അധ്യാപിക കൂടിയാണ്. രാത്രിയിലൊക്കെ തീവ്രമായ പ്രാർത്ഥനയാണ്. ജപമാലയൊക്കെ ഏറ്റവും ഭംഗിയായി ചൊല്ലുന്നയാളാണ്. പക്ഷേ ഞാനിതൊക്കെ ഒരു നിരീശ്വരവാദി എങ്ങനെയായിരിക്കും ഒരു കാര്യത്തെ സമീപിക്കുക, ആ ഒരു ശൈലിയായിരുന്നു എൻ്റേത്. പക്ഷേ അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ ഒരു അധ്യാപകനായിട്ട് കയറിയെങ്കിലും പിന്നീട് എനിക്ക് തുടർ പഠനങ്ങളൊക്കെ പലതും നടത്തി. ഈ പഠനങ്ങളൊക്കെ നല്ല വിജയം കൈവരിക്കാനായിട്ട് കഴിഞ്ഞു. ഏകദേശം 2013 ആയപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് ബിരുദം കിട്ടി. അതും എൻ്റെ ഭാര്യയുടെ ശ്രമമാണ്. കാര്യം ഭയങ്കര പ്രാർത്ഥനയാണ്. എനിക്ക് വലിയ വിശ്വാസമില്ല, പക്ഷേ എന്നിട്ട് പോലും എനിക്ക് തീവ്രമായൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് എപ്പോഴും തോന്നിയില്ല. 2014 തന്നെ എനിക്ക് സംസ്ഥാന അധ്യാപക അവാർഡും
അതേ വർഷം തന്നെ ദേശീയ അധ്യാപക അവാർഡ് ലഭിച്ചു. ഇത് ലഭിച്ചപ്പോഴും എൻ്റെ വിചാരം എൻ്റെ മഹിമയാണെന്നാണ്. പക്ഷേങ്കിൽ ഈ സമയത്താണ് ദൈവം എന്നെ പിടികൂടുന്നത്. കാര്യം എൻ്റെ ഭാര്യയിൽ നിരന്തരമായി ഒന്നിനു പുറകെ ഒന്നായി രോഗം വരാൻ തുടങ്ങി. ആ രോഗത്തിൽ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇവിടെ വരേണ്ടതാണ്, ആളവിടെ ബെഡ് റെസ്റ്റാണ്, വരാൻ പറ്റുകയില്ല. കാര്യം വ്യത്യസ്തങ്ങളായ രോഗങ്ങളാണ് അവൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം, ഒരു പ്രത്യേകത, ആമാശയത്തിൽ അൾസർ രൂപം കൊണ്ടിരിക്കുകയാണ്. ആ അൾസർ ബയോപ്സിക്ക് എടുത്തിട്ടുണ്ട്. തീരെ വയ്യ, ഭക്ഷണം കഴിക്കാനേ പറ്റുകയില്ല. ഇങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ ആളിങ്ങനെ വരുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ എന്നോട് ഈ 2017 ആയപ്പോൾ ഞാൻ പെൻഷനായി, അവളും പെൻഷനായി. ആ സമയത്ത് എന്നോട് ചോദിച്ചു, കൃപാസനത്തെ പറ്റി ഞാൻ യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട്, നമുക്കവിടെ പോയി ഒരു ഉടമ്പടി വെച്ചാൽ എന്താണ് എന്ന്. പക്ഷേ എൻ്റെ മനസ്സ് സാവകാശം മാറി ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഭാര്യയും ഞാനും മകനും കൂടി ഇവിടെ വന്നു. പിന്നീട് 2018 ഡിസംബർ 28 ഞാൻ തന്നെ വന്ന് ഉടമ്പടി വെച്ചു. ആ ഉടമ്പടിയിൽ 6 കാര്യങ്ങളാണ് ഞാൻ എഴുതി വച്ചിരുന്നത്. തീർച്ചയായിട്ടും അതിൽ 3 കാര്യങ്ങൾ കർത്താവ് എനിക്ക് തന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായി കരുതി. ഞാൻ അതേപ്പറ്റി പറയാം. അതുകൂടാതെ അതിൽ രേഖപ്പെടുത്താതിരുന്ന 2 കാര്യങ്ങൾ കൂടി പ്രത്യേകമായി ലഭിക്കുകയും ചെയ്തു. ഞാൻ ഇത് ഉടമ്പടിക്ക് ശേഷം ബൈബിൾ ഇങ്ങനെ വായിക്കുമ്പോൾ എന്നെ സ്വാധീനിച്ച ഒരു വാക്യം അതിനകത്ത് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ മിസ്റ്റർ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യമാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ സംശയമനസ്കനും എല്ലായ്പ്പോഴും നമ്മുടെ ചഞ്ചല ഹൃദയസ്ഥനുമായ ഒരുത്തനെ ഒരു കാലത്തും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമെന്ന് കരുതേണ്ടതില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം, എനിക്ക് കൃപയിലേക്ക് ഞാൻ കടന്നു വരണമെങ്കിൽ എൻ്റെ ഈ ചാഞ്ചല്യം, എൻ്റെ ഈ മനസ്സിൻ്റെ അവസ്ഥയിൽ ഞാൻ മാറിയേ പറ്റൂ എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം എന്നിലേക്ക് സാവകാശം കടന്നു വരികയാണ്. ഞങ്ങൾ പിന്നീട് കൃത്യമായിട്ടും അവളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്, ഞങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ ഈ കൃപാസനത്തിലെ ഉടമ്പടിക്ക് അനുസൃതമായ ഒരു ജീവിതത്തിലേക്ക് ഞാൻ വരികയാണ്. പരിപൂർണമായിട്ടും ആ ഒരു തരത്തിലേക്ക് വന്നു. അവിടെ എന്താണോ പറയുന്നത് അവയെല്ലാം തന്നെ, നമ്മുടെ കൃപാസനം പത്രത്തിൻ്റെ വിതരണം, പിന്നെ സാധുക്കൾ രോഗികളെ പോയി കാണൽ, ഇങ്ങനെയുള്ള എല്ലാ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് പതുക്കെ പങ്കെടുക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ എടുത്തു തുടങ്ങിയപ്പോഴാണ് ഈ കൃപാസനത്തിൽ വെച്ച ഉടമ്പടിയുടെ തീവ്രത കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ തീവ്രത എന്താണെന്ന് അറിയാമോ? ഉടമ്പടി എന്ന വാക്കിന് അർത്ഥം എഗ്രിമെൻ്റ് എന്നാണ്. ഈ എഗ്രിമെൻ്റ് നമ്മളെല്ലാം നേരത്തെ തന്നെ ചെയ്യുന്നതാണ്. കാര്യം മാമോദിസ ലഭിച്ചപ്പോൾ നമ്മൾ പറയുന്നുണ്ട് 10 കൽപ്പനകളൊക്കെ നമ്മൾ പാലിക്കേണ്ടവരാണ്, അത് നമ്മൾ മനസ്സാ ചെയ്യേണ്ടതാണ്. പക്ഷേ പാപിയായ മനുഷ്യൻ അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ പാപത്തിലേക്ക് വീഴുകയും നമ്മൾ സ്വാഭാവികമായിട്ട് കുമ്പസാരിക്കുന്നു, വീണ്ടും പാപത്തിലേക്ക് പോകുന്നു, ഈ ഒരു അവസ്ഥയിലേക്കാണ്. പക്ഷേ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ അനുഭവം ഇതാണ്. ഇവിടെ എടുത്ത ഉടമ്പടി കൃപാസനത്തിൽ വെച്ചാണ് എടുത്തതെങ്കിലും ഞാൻ എടുത്തിരിക്കുന്നത് കർത്താവുമായിട്ടാണ്. കർത്താവുമായിട്ടുള്ള ഉടമ്പടി ഞാൻ പാലിക്കപ്പെടാൻ നിർബന്ധിതനാവുകയും അതിനനുസൃതമായി എൻ്റെ ജീവിതത്തെ നയിക്കുവാനും മാറ്റിയെടുക്കുവാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് വരാം. കൃപയാണ് എനിക്ക് കൂടുതലുണ്ടായത്. അനുഗ്രഹങ്ങൾ പ്രധാനമായിട്ടും ഒന്നാണ്. അതിലൊന്ന്, എൻ്റെ മകനും മരുമകളും ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിലെ, അവൾ നേഴ്സാണ്. അവന് PR കിട്ടിയിരുന്നുകൊണ്ട് മകൻ സഹിതം, അവൻ്റെ കുഞ്ഞു സഹിതം അവിടേക്ക് ചെന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കറിയാം 2020 ഒക്കെ ആയപ്പോഴത്തേക്ക് കോവിഡ് വ്യാപകമായി. അപ്പോൾ ഇവന് ഒരു സ്ഥിരം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ തിരക്കിനിടയിൽ അത് കിട്ടുമെന്ന് തോന്നിയില്ല. പക്ഷേ ഞാനിവിടെ വെച്ചിരുന്ന ഉടമ്പടിയിലെ 2ാമത്തെ ആവശ്യം, 3ാമത്തെ ആവശ്യം അതായിരുന്നു, എൻ്റെ മകന് അവിടെ ഒരു ജോലി ലഭിക്കണമെന്നുള്ളത്. എൻ്റെ സഹോദരങ്ങളെ, ഏതാണ്ട് ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ ഒരു MNC, ഒരു മൾട്ടിനാഷണൽ കമ്പനി അവനെ ജോലിക്ക് വിളിക്കുകയും ആ ജോലിയിൽ അവനെ സാവകാശം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ആ സമയത്ത് മറ്റു പ്രത്യേകത, കോവിഡ് മൂലം കുറേ പേരെയൊക്കെ പുറത്തേക്ക് വിട്ടെങ്കിലും അവനോട് പറഞ്ഞു, അവൻ്റെ സബ്ജക്റ്റ് ഈ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, അതിൽ BTechഉം MBAയും ഉണ്ടായിരുന്നു, പിന്നെ അതിൽ എക്സ്പെർട്ടായിരുന്നുകൊണ്ട് അവർ പുറത്തു വിടാതെ തുടർന്നോളാൻ പറഞ്ഞു. ഇപ്പോൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അതാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ അനുഗ്രഹം. 2ാമത്തെ വലിയൊരു പ്രത്യേകത, അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഹോസ്പിറ്റലിനടുത്ത് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, മോനെ, നീ ഒരു കാര്യം ചെയ്യ്,
കൃപാസനത്തിൻ്റെ ലൈറ്റ് കാൻഡിൽ എന്ന് പറയുന്ന ഒരു നല്ല സമീപന രീതിയുണ്ട്, നിനക്കത് ചെയ്യാൻ പറ്റും. ഞാൻ അവന് ആ വിശദീകരണം കൊടുത്തു. അവൻ ലൈറ്റ് കാൻഡിൽ വെച്ചിട്ട് 10-ാം ദിവസമായപ്പോൾ അവന് താമസിക്കാൻ പര്യാപ്തമായ ഒരു വീടും സൗകര്യം കൂടെ ഹോസ്പിറ്റലിനടുത്ത് തന്നെ കിട്ടി. ഇതാണ് രണ്ടാമത് ലഭിച്ചവ. ഇനി ചില കൃപകളാണ് ഇതിലേക്കുണ്ടായത്. ആ കൃപ എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ കൂട്ടത്തിൽ ഈ നിരീശ്വരവാദത്തിലൊക്കെ നിന്നുകൊണ്ട് ഇൻ്റർനെറ്റൊക്കെ ഞാൻ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗം വളരെ ശക്തമായതുകൊണ്ട് അതിൽ കാണുന്ന പ്രത്യേകതകളെപ്പറ്റി നാം പ്രത്യേകം പറയേണ്ടതില്ല. അവയെല്ലാം ശക്തമായിട്ട് കാണുകയും ഭാര്യ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് വന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉടമ്പടി വെച്ച ശേഷം ഞാനെടുത്ത തീരുമാനം, ഇനി അത് പാടില്ല. സത്യമായിട്ട് പറയട്ടെ, അന്ന് ഉടമ്പടി വെച്ച ശേഷം ഇപ്പോൾ വരെയും ഈ ദുരുപയോഗത്തെ പരിപൂർണമായിട്ട് എന്നിൽ മാറ്റുന്നുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. അത് ഞാൻ ഉള്ള എല്ലാവിധ നന്ദിയും കർത്താവിൻ്റെ പേരിൽ ഇവിടെ അർപ്പിക്കുകയാണ്. മാത്രമല്ല, ഞാനും ഭാര്യയും കൂടെ ചേർന്ന് ഞങ്ങൾ ദൈവവചന പ്രഘോഷണത്തിനായി ഒരു വീഡിയോ ചാനൽ പോലും തുടങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഹിസ് വോയിസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഇന്നിപ്പോൾ 25-ാമത്തെ എപ്പിസോഡ് ഈ ബുധനാഴ്ച ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏറ്റവും മനോഹരമായി ഈ കാര്യങ്ങൾ ചെയ്യുവാൻ, എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിനെ ഏറ്റവും പോസിറ്റീവായി യൂസ് ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു വലിയ പ്രത്യേകത. മൂന്നാമത്തെ മറ്റൊരു കൃപ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലുമൊക്കെ ആഴത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് ഞാൻ എഴുതി വെച്ചിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള കൃപ ലഭിക്കണമെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധം ഏറ്റവും ആഴത്തിലേക്ക് വരുന്നതിനും ഇപ്പോൾ തീവ്രമായ സ്നേഹം, എനിക്ക് വന്നത് വിവാഹം കഴിച്ചപ്പോഴല്ല ഞങ്ങൾക്ക് ഈ സ്നേഹത്തിൻ്റെ ആഴം വന്നത്, ഇപ്പോഴാണ്. അതിൻ്റെ തീവ്രതയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനിയും ഉടമ്പടിയിൽ വെക്കാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് ഒരു അധ്യാപകർ ട്രെയിനിങ് കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ആ സമയത്ത് NCTയിൽ എല്ലാ റെക്കോർഡുകളും സബ്മിറ്റ് ചെയ്യണം. SSLC മുതൽ PhD വരെയുള്ള വിവരങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണം. ആ സമയത്ത് നോക്കുമ്പോൾ എൻ്റെ പ്രീ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കാണാനില്ല. ഇത് കാണാതാവുന്നത് ഒരു 2015-ലാണ്. എവിടെയെല്ലാം അന്വേഷിക്കാമോ അവിടെ മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാൻ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചതുമില്ല. പ്രാർത്ഥിച്ച് ഇതേപ്പറ്റി ആഴ്ച ചിന്തിക്കുന്നുണ്ട്. എൻ്റെ പെരയുടെ ഒരു നവീകരണം നടന്നപ്പോൾ ചില സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി പോയിട്ടുണ്ട്. അവിടെയെല്ലാം പോയി നോക്കി. ഒരു ദിവസം രാവിലെ ഞാനും ഭാര്യയും കുടുംബവും എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുകയാണ്, എൻ്റെ മേശയ്ക്കകത്തിരിക്കുന്ന ഒരു ഡയറിയിൽ ഒരു പേജിൻ്റെ ഇടയിൽ എന്തോ ഉണ്ട്, ഒന്ന് നോക്കാൻ പറയുകയാണ്. എൻ്റെ മനസ്സിൽ പ്രേരണയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ പിന്നെ വൈഫിനോടും പറഞ്ഞു, നോക്കട്ടെ എന്ന് പറഞ്ഞു. കൃത്യമായിട്ടും സഹോദരങ്ങളെ, ഞാൻ ചെന്ന ഡയറി തുറന്നു നോക്കുമ്പോൾ എൻ്റെ പ്രീ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മടക്കി അതിൻ്റെ മടക്കിലിരിപ്പുണ്ട്. അത് വളരെ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. എൻ്റെ മാറ്റത്തിന്, ഈ ചഞ്ചല അവസ്ഥയും എൻ്റെ മാനസിക സ്ഥിതിയുടെ ഒരു സ്ഥിരതയുമൊക്കെ വന്നപ്പോൾ ദൈവം കൊടുത്ത വലിയ കൃപയായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് അവ എനിക്ക് കൊടുത്ത് എൻ്റെ കാര്യങ്ങളെ മെച്ചപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വലിയ പ്രത്യേകത നമ്മുടെ തൈലമാണ്. എൻ്റെ വൈഫ് നടക്കുന്ന അവസ്ഥയിൽ കാലൊന്നിടറിയിരുന്നു. അപ്പം കാലിൻ്റെ കുഴയ്ക്ക് നീർക്കോളായി മാറുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു, പക്ഷെ മാറ്റം വന്നില്ല. ഞങ്ങളൊരു ഓർത്തോപീഡിക് സർജനെ തന്നെ കാണിച്ചു. അപ്പോൾ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ബാൻഡേഡ് ചുറ്റി നടന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ബാൻഡേഡ് ചുറ്റി കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് കുഴപ്പമൊന്നുമില്ല, നടക്കുമ്പോൾ വീണ്ടും അസുഖമാണ്. അങ്ങനെ 3 ആഴ്ചയോളം നോക്കി നിന്നു, മരുന്നും കഴിച്ചു, പക്ഷേ ഒരു കുറവുമില്ല. അപ്പോൾ ഭാര്യയും ഞാനും പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കൃപാസനത്തിലെ തൈലം പുരട്ടി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ തൈലം കാലിൽ പുരട്ടും. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ പരിപൂർണമായിട്ട് അതിൽ നീര് മാറുകയും വളരെ ഭംഗിയായിട്ട് അവൾക്ക് നടക്കുവാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇത്രയും കാര്യങ്ങൾ ആണ് എനിക്കിവിടെ പറയുവാനുള്ളത്. അനുഗ്രഹം തന്ന ദൈവത്തിൻ്റെ വലിയ കൃപയെ നന്ദിയോട് ഞാൻ ഓർക്കുകയാണ്. അമ്മ മാതാവിനോടും അമ്മ മാതാവ് മാധ്യസ്ഥ തേടി തന്ന് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഡോക്ടർ വർഗീസ്, എത്ര നാളാണ് നിരീശ്വര പ്രസ്ഥാനത്തെ പ്രവർത്തിച്ചത്? എത്ര വർഷമായിട്ടുണ്ട്? ഒരു 1980-കളിൽ തുടങ്ങിയിട്ടുണ്ട്. 80-ൽ തുടങ്ങി. എപ്പോഴാണ് കർത്താവ് സ്പർശിച്ചത്? ഉടമ്പടി എടുത്തതിന് ശേഷം. ഉടമ്പടി എടുത്ത ഏത് വർഷം? എടുത്തതിന് ശേഷമാണ് എൻ്റെ തീവ്രതയിലേക്ക് വന്നത്. എന്നാൽ
അതിന് തൊട്ടുമുമ്പ് ഭാര്യയുടെ ചില സ്വാധീനം എന്നെ സഹായിച്ചു. ഏത് വർഷം ഉടമ്പടി എടുത്തത്? ഉടമ്പടി എടുത്തത് 2019 ഡിസംബർ 28 അപ്പോൾ 80 കാലഘട്ടത്തിലാണ്. അതെ നിരീശ്വര പ്രസ്ഥാനത്ത്. അപ്പോൾ ഏതാണ്ട് 39 വർഷത്തോളം. യെസ്. ഈ സാക്ഷ്യം കേൾക്കുന്നവരെ ശ്രദ്ധിക്കണം. ദൈവത്തെ നകന്ന് അല്ലെങ്കിൽ ദൈവത്തെ പരിത്യജിച്ച് നിരീശ്വര പ്രസ്ഥാനങ്ങൾക്ക് ഊടും ഭാവവും നൽകിയ വലിയ വ്യക്തിത്വം തന്നെയാണ് ഡോക്ടർ വർഗീസ്. പക്ഷേ വിവാഹത്തിലൂടെ ഒരു മാറ്റം, നല്ലൊരു ജീവിത പങ്കാളി ദൈവം കൊടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് ഡോക്ടർ വർഗീസ് പി പീറ്ററിനെ മറ്റൊരു രൂപാന്തരീകരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അത് ഏതെല്ലാം മേഖലയിലാണ്? വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തി, അല്ലേ ഡോക്ടറെ? വിശ്വാസത്തിൽ ദൈവം ശക്തിപ്പെടുത്തി, ദൈവസ്നേഹത്തിൽ ശക്തിപ്പെടുത്തി, കുടുംബജീവിതത്തിന് കരുത്തേക്ക്. അതായത് ഉടമ്പടി ഒരു പ്രത്യേകത, ദൈവം കൂടെ വരുമെന്നുള്ള സംവിധാനമാണ്. പുറപ്പാട് 33:10. അതാണ് ഉടമ്പടി. ഉടമ്പടി എടുക്കുന്നവർ ശ്രദ്ധിക്കണം, ദൈവം നിങ്ങളുടെ കൂടെ വരും. കൂടെ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങളലട്ടുന്ന സമസ്ത വിഷയങ്ങൾക്കും ദൈവം ഇടപെടുമെന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. ഇസ്രായേൽ ജനം യോർദാൻ കടക്കുന്നതും ജെറീക്കോ കോട്ട പൊട്ടിക്കുന്നതും വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടാണ്. വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും നടന്നിട്ട് പുരോഹിതൻ വാഗ്ദാന പേടകം ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് ജെറീക്കോ കോട്ട തകർന്നടിഞ്ഞ് വീഴുന്നത്. യോർദാൻ നദിയിലൂടെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുമ്പോഴാണ് വെള്ളം ഭിത്തി പോലെ ഈ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുന്നത്. 39 വർഷമായ നിരീശ്വര പ്രസ്ഥാനത്തിന് ശക്തിയായിരുന്ന ഡോക്ടർ പീറ്ററിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ഇടപെട്ടത് ഉടമ്പടി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തിയിലൂടെയാണ്. അതിലൂടെ ദൈവം മാറ്റിമറിക്കുകയാണ്, ജീവിതത്തെ മുഴുവൻ പുനഃക്രമീകരിക്കുകയാണ്, ജീവിതത്തെ മുഴുവനും ദൈവം മറ്റൊരു ദിശയിലേക്ക് നയിക്കുകയാണ്, ദൈവത്തിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ്. ഇൻ്റർനെറ്റിന് അടിമയായിരുന്നു പറഞ്ഞു, പക്ഷേ ഇൻ്റർനെറ്റ് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ, അതും ദൈവ സുവിശേഷ പ്രഘോഷത്തിനായിട്ട് ഉപയോഗിക്കാൻ ദൈവം മാറ്റിമറിച്ചു. മകന് മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കൊടുത്തനുസരിച്ചു. അതും ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് അത് ലഭിച്ചത്? 10 ദിവസത്തിനുള്ളിൽ കിട്ടി. 10 ദിവസമാണ്. ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് വെബ്സൈറ്റ് തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുത്ത കൃപയുടെ വാതിലാണ് ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്. അതിട്ട് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം ഇടപെടുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്നെനിക്ക് പറഞ്ഞത്, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം അത് ശക്തിപ്പെട്ടു, അല്ലേ? കൂടുതൽ ആഴത്തിലേക്ക് വന്നു. അങ്ങനെ പിന്നെ സർട്ടിഫിക്കറ്റ് മിസ്സായപ്പോൾ പരിശുദ്ധാത്മാവാണ് അത് ഇന്നടുത്തിരിപ്പണമെന്ന് ബോധ്യം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് ഈ ശക്തി പ്രാപിക്കുന്നത്. കാരണം ഉടമ്പടി പ്രാർത്ഥന പരിശുദ്ധാത്മ കേന്ദ്രീകൃതമാണ്, ബൈബിളിൻ്റെ സമ്പൂർണ്ണതയാണ്, ദൈവശാസ്ത്രത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപ അനർഘളമായി പെരുമഴ പോലെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഡോക്ടർ വർഗീസിനെ ദൈവം ശക്തിപ്പെടുത്തിയതും വിശുദ്ധീകരിച്ചതും പുനഃക്രമീകരിച്ചതും കർത്താവിൻ്റെ സ്വന്തമാക്കി മാറ്റിയതും ഉടമ്പടിയാണ്. ഈ സാക്ഷ്യം കേൾക്കുന്നവർ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കളെ സമർപ്പിക്കണം. ഇങ്ങനെ വിശ്വാസം മന്ദീഭവിച്ചിട്ടുള്ളവർ, വിശ്വാസം അകന്നു പോയിട്ടുള്ളവർ, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ, ദൈവത്തെ ത്യജിക്കുന്നവരെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് നിങ്ങളുടെ നിയോഗങ്ങളും ദുരിതങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവം ഡോക്ടർ വർഗീസിനെ ശക്തിപ്പെടുത്തി അതേ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെയും ശക്തിപ്പെടുത്തും. ലൂക്ക 1:49 ദൈവം ശക്തനാണ്, വൻ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ സമർത്ഥീകരിക്കും. കരങ്ങളടിച്ച് കർത്താവ്